സ്വരങ്ങളെ കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പൗലോസ്ലീഹ പറയാണ്, കൊരിന്തോസ്യർക്ക് കത്തെഴുതും പറയും, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈശോ തന്നെ പറഞ്ഞാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകും. പൗലോസ്ലീഹ പറയാണ്, പുത്രൻ എവിടെയുണ്ടോ, കർത്താവ് എവിടെയുണ്ടോ, കർത്താവിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ, മിനിസ്ട്രി ചെയ്യാൻ, ശുശ്രൂഷകളിൽ ഏർപ്പെടാൻ, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ, നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ച കാര്യം, സമൂഹം ഏൽപ്പിച്ച കാര്യം ഏറ്റവും അനുഗ്രഹമായിട്ട് പൂർത്തിയാക്കാൻ ഈ ഒരു സഹായകന്റെ ആവശ്യം നിങ്ങൾക്കുണ്ട്. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കുക. വലതുവരോർത്തി പറയാം, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മിനിസ്ട്രിയിലൊക്കെ നിൽക്കുന്നവരുണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പുകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്, സഭ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ഇടവകയിലോ പ്രാർത്ഥന കൂട്ടായ്മയിലോ ചെയ്യുന്നവരുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തതുപോലെയല്ല. ഇതിപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നത് ഞാനാണ്, ആദ്യം കേട്ടോണ്ടിരിക്കുന്നത് ഞാൻ, എൻ്റെ മനസ്സിൽ കൂടി ഇത് ആദ്യം പൊക്കോണ്ടിരിക്കുകയാണ്. ഞാനിത് എന്നോട് തന്നെ പറയണം, അച്ഛൻ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ വർഷം അച്ഛൻ ആരിലൂടെ തുടങ്ങണം, അങ്ങനെയാണ് തുടങ്ങുന്നത്. എന്നാലും ഒന്നും കൂടെ പരിശുദ്ധാത്മാവിൽ തുടങ്ങി പരിശുദ്ധാത്മാവിൽ തുടർന്ന് പരിശുദ്ധാത്മാവിൽ പൂർത്തിയാക്കിയാൽ സൂപ്പർ.